ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് നോ മൈ ഹോസ്റ്റൽ. ഹോസ്റ്റലെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? ഒരു താല്പര്യമില്ലായ്മ, അതെപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഞാനും എൻ്റെ ഹോസ്റ്റലിൻ്റെ വാതിൽ തുറന്ന് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ വ്യൂ. അതായത് ഫസ്റ്റ് ഫ്ലോർ ഞങ്ങൾക്ക് ക്ലാസ്സാണ്, അതിനുശേഷം അതിൻ്റെ തൊട്ട് മുകളിലത്തെ രണ്ടാമത്തെ നിലയാണ് ഇത്. ആദ്യത്തെ ഭാഗം കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു വ്യൂ ഇങ്ങനെയാണ്. ഇതൊരു കോമൺ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാം. പിന്നെ നമുക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കെറ്റിലൊക്കെ യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണാം. അതിന് മേളിലോട്ടും നിലകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മുടെ മെയ്ട്രൻ ആൻറ്റി 2 പേരുണ്ട്. അപ്പോൾ അവർ ഓരോ ദിവസം ഷിഫ്റ്റായിട്ടാണ് അവരിരിക്കുന്ന സ്ഥലമാണ്. ഇതൊരു മിററാണ്. അപ്പോൾ ഇതുപോലെ 2 മിറർ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്. പിന്നെ ചെറിയ മിററും ഉണ്ട്. പിന്നെ ഇത് അവിടുത്തെ ഓരോ റൂംസാണ്. ഇതൊരു കോമൺ ഏരിയ. ഇവിടെ നമുക്ക് വാട്ടറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വന്നിരുന്ന് എല്ലാവരും പഠിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ ഇതുവരെയും ഇരുന്ന് പഠിച്ചിട്ടില്ല. ഫ്രണ്ട്സൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കാറുണ്ട്. കണ്ടു, ജസ്റ്റ് ഇത് എന്താണ് ഈ സ്ഥലം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ ഇരുന്നൊരു ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. ഐ തിങ്ക് അത് അഷ്ടാംഗഹൃദയമാണെന്ന് തോന്നുന്നു. എടുത്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അറിയണ്ടേ. എന്നിട്ട് വീണ്ടും നടന്നു തുടങ്ങുകയാണ്. ഈ പോകുന്നത് ഏകദേശം എൻ്റെ റൂമും ഇതിനടുത്താണ്. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ച് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ആ കസേര അവിടെ എടുത്ത് ഇട്ടിട്ട് കുറേ നേരം ചില്ല് ചെയ്ത് അവിടെ ഇരിക്കാറുണ്ട്. പിന്നെ എക്സാം ടൈം ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. ഞാൻ റൂമിൽ കാണത്തില്ല. പിന്നെ നല്ല രസമാണ്. രാത്രി ഒക്കെ ഇരുന്നൊരു 12 മണി വരെയൊക്കെ അവിടെ ഇരിക്കാം. അതിനുശേഷം ഈ 304 ഇതാണ് എൻ്റെ റൂം. പക്ഷേ കാര്യമായിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള സമയമായിട്ടില്ല. കാണിച്ചാൽ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയല്ലേ, അതുകൊണ്ട് കാണിക്കാൻ സമയമായിട്ടില്ല. ലെറ്റ്സ് ഗോ. ഇതെല്ലാം സീനിയേഴ്സിൻ്റെ റൂമാണ്. നമ്മൾ അങ്ങോട്ടൊന്നും കയറാൻ പാടില്ല. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു റൂമിൽ നമ്മൾ കയറാൻ പാടില്ല. അപ്പോൾ വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. കേട്ടോ, മുമ്പോട്ട് റൂമുകളുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുത്ത നിലയിലോട്ട് കയറാം. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അഗെയിൻ ഒരു മിറർ കാണാം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ വീണ്ടും ഒന്ന് കയറിപ്പോവുക. ജസ്റ്റ് താഴെ ക്യാമറ വെച്ചിട്ടാണ് കയറിപ്പോകുന്നത്. ഇതും ഒരു കോമൺ ഏരിയ ആണ്. ഇവിടെ എല്ലാവരും ഇരുന്ന് പഠിക്കാറുണ്ട്. കുറേ പേരുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഇതാണ് സെക്കൻഡ് മിറർ. അപ്പോൾ ഇവിടെ നമ്മൾ അയൺ ചെയ്യാനൊക്കെ വരാറുണ്ട്. ഇവിടെ കുറേ സോക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാറുണ്ട്. പിന്നെ 2 വശത്തോട്ടും ഉണ്ട് പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വലത്തോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ വലത് ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെയും സെയിം റൂം തന്നെയാണ്. റൂമുകളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കേണ്ടതായിട്ടൊന്നുമില്ല. അതിപ്പോൾ 3 പേരുള്ള റൂംസുണ്ട്, 4 പേരുള്ള റൂംസുണ്ട്. സിംഗിൾ റൂംസൊന്നും അവൈലബിൾ അല്ല. ഇനി പോകുന്നത് വീണ്ടും വലതുവശത്തും റൂംസ്, ഇടതുവശത്തും റൂമുകൾ. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനി നമ്മൾ കയറി ചെന്നിട്ട് ഇടതുവശത്തോട്ട് പോവാം. ഇതും ഈ ഒരു റൂം എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ പോയി നമ്മളൊരു കോമൺ ഏരിയ പ്ലസ് ഒരു ഡോർമെട്രി അവിടെയാണ് പോകുന്നത്. ഇപ്പം ഞാനൊരു ഡോർമെട്രി കാണിച്ചു തരാം. ഇതെല്ലാം റൂംസ് തന്നെയാണ്. നല്ല രസമാണ്. ഇവിടെയൊക്കെ ഒറ്റയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് പേടി തോന്നും. ഇതൊരു ഡോർമെട്രിയാണ്. ഇതുപോലെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല. കാരണം ഇനിയിപ്പോൾ ജൂനിയേഴ്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇതുപോലെ ഒരു ബെഡ്, ടേബിള്, അൽമിറ അതത്രയും കാണും. ഇതൊരു കോമൺ ഏരിയ. ഇവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ക്ലോത്തൊക്കെ വാഷ് ചെയ്തിടാം. ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് വാഷ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇവിടെയും കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നതിനെ കണ്ടോ. ഇത് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന വേറൊരു സ്ഥലമാണ്. ഇവിടെയും ഞാൻ ഇരിക്കാറുണ്ട്. ഇവിടെയെന്ന് വെച്ചാൽ ഭയങ്കര ശബ്ദം. രാത്രി വരുമ്പോൾ ചീവീടിൻ്റെ ശബ്ദം ഭയങ്കര കൂടുതലാണ്. ഇതാണ് ഏറ്റവും മുകളിലത്തെ നില. അതുമാത്രമല്ല ഭയങ്കര തണുപ്പുമാണ്. താഴത്തെ നിലയെ പോലെയല്ല, കുറച്ചുകൂടെ ഉയരം കൂടുതലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അഗെയിൻ വീണ്ടും നമ്മൾ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ റൂംസൊക്കെ ഉള്ള സെക്ഷൻസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് പോകണം. അവിടെ ഒരു കോമൺ ഏരിയ ആണ് അവിടെ ഉള്ളത്. ഇത് കണ്ടോ, ഇതൊരു ആലോവേര, പിന്നെ ഞവര, അത് അവിടുത്തെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് വെച്ചിട്ട് പോയതാണ്. ഇനി നമ്മൾ വീണ്ടും മേളിലോട്ട് കയറാണ്. ഈ ഒരു സെക്ഷനിൽ റൂംസ് ഒന്നുമില്ല,
പകരം ഇതൊരു കോമൺ ഏരിയ ആണ്. മെജോറിറ്റി ഓഫ് ഞങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഒരു ടി വി ഉണ്ട്. ഇത് പണ്ട് വർക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലല്ല. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ മേട്രൻ ആൻറ്റിയുടെ കൂടെ പോയിരുന്ന് മേളിലിരുന്ന് വാർത്തയും അതുപോലെ സീരിയലൊക്കെ കാണും. ഞാനങ്ങനെ സീരിയൽ കാണുന്ന ശീലമൊന്നുമില്ല, എങ്കിലും ആൻറ്റിയുടെ കൂടെ പോയി കമ്പനി എടുക്കാറുണ്ടായിരുന്നു. അതാണ് മെയിൻ പരിപാടി. പിന്നെ എനിക്കൊരു റൂബിക്സ് ക്യൂബ് കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഇത് കണ്ടോ, 4 കസേര ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതൊരു കമ്പൈൻ സ്റ്റഡിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്സ് തന്നെയാണ്. ഇത് ഒരു ബാഗ്. ഈ ബാഗ് എന്ന് പറയുന്നത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ പോയപ്പോൾ കിട്ടിയ ബാഗാണ്. ആൻഡ് നെക്സ്റ്റ് അടുത്ത എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ചെയർപേഴ്സൻ്റെ ടേബിളാണെന്ന് തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് ഇതാരുടെയാ, ഇത് ആര്യയുടെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ബുക്സൊക്കെ ഇരിപ്പുണ്ട്. കായ ചികിത്സ, ദിസ് ഈസ് ദ ജനറൽ മെഡിസിൻ ആൻഡ് ശല്യതന്ത്ര മീൻ സർജറി, അതിൻ്റെയൊക്കെ ബുക്സാണ്. എല്ലാവരും വെക്കേഷന് വീട്ടിൽ പോയിരിക്കുകയല്ലേ, അപ്പോൾ ബുക്സ് എല്ലാം ഇവിടെ വെച്ചിട്ട് പോയി. ഇത് എൻ്റെ ഫ്രണ്ട് ഗൗരിയുടെ ടേബിളായിരുന്നു ഇത്. ഇനി തൊട്ട് മേളിലോട്ട് കയറാം. ഇവിടെ 2 സെക്ഷൻ ഉണ്ട്, വലത് ഇടത്. അപ്പോൾ നമുക്കാദ്യം വലതോട്ട് പോവാം. വലതോട്ട് പോകുമ്പോൾ കാണുന്നത് ഇവിടെ നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിടാറുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടെറസ്. ഇവിടെ നല്ല രസമാണ്. ആക്ച്വലി ഇവിടുത്തെ ഗേറ്റ് ലോക്ക്ഡാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതിരുന്നത്. വൈകുന്നേരം എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, അങ്ങനെ ഇതിനുള്ള വെറുതെ നടക്കാം, ഇരിക്കാം, കുറേ നേരം വന്നിട്ട് സംസാരിക്കാം. അപ്പോൾ നല്ല രസം. ഇവിടെ ഒന്ന് വേണമെങ്കിൽ പായൊക്കെ ഇട്ട് കിടക്കാം. പിന്നെ ഇതാണ് നമ്മൾ ക്ലോത്തൊക്കെ വാഷ് ചെയ്യുന്ന അലക്കുകല്ലൊക്കെ ഉള്ള സ്ഥലം. ഇവിടെയും തുണി ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ 2020 തൊട്ട് 25 ആയി. ഇപ്പോൾ ഞാൻ 5th ഇയർ ആണ്. ഇത്രയും കാലമായിട്ട് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വന്നതിന് ശേഷം ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് പിന്നെ വീട് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ വീട്ടിലേക്ക് ഡെയിലി ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നല്ല ദൂരമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഡെയിലി 4-5 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നത് ഇച്ചിരി പാടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ കുറേയൊക്കെ സഹിക്കണം, കാരണം നമുക്ക് ഇഷ്ടമുള്ളതൊന്നും കിട്ടില്ല. അതുപോലത്തേക്ക് നമുക്ക് ഫ്രീഡം, നമുക്ക് എപ്പോഴും എല്ലായിടത്തും ചാടി ഇറങ്ങി വീട്ടിലുള്ള പോലെ പോകാൻ പറ്റില്ല, ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ഒരു ഹോസ്റ്റലിൽ താമസിച്ച് അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ അറിയണം. അല്ലാണ്ട് വീട് മാത്രം നിൽക്കരുത്. കാരണം ഇതൊരു വേറൊരു ലോകമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഹോസ്റ്റലേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഡേ സ്കോളർ എന്നതിനുപരി ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ബെറ്ററാണ്. പിന്നെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവർക്ക്, അത് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്, അവർക്കും ബെറ്റർ ഓപ്ഷനാണ്. എനിക്ക് കമ്പൈൻ സ്റ്റഡി ഒട്ടും പറ്റാത്ത ഒരാളാണ്. പക്ഷെ അത് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറേ ഷെയറിങ് മെൻറ്റാലിറ്റിയൊക്കെ വരും. പിന്നെ എല്ലാവരെയും കെയറിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും. പിന്നെ കുറേ ഗോസിപ്പും കാര്യങ്ങളും ഒക്കെ കേൾക്കാം. ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷേ നമ്മൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയാനുള്ളത്. പക്ഷെ പേഴ്സണലി എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ PG എങ്ങാനും ചെയ്യാൻ പോകുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. PGയുടെ കാര്യമല്ല, ഹോസ്റ്റലിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഹോസ്റ്റൽ മോശമാണെന്നൊന്നും അല്ല പറയുന്നത്, എന്തോ ഇഷ്ടപ്പെടുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ് ഇതും. അപ്പം പിന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റഡീസിനാണ്. പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ പൊക്കും. പക്ഷേ അല്ലാണ്ട് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും സ്റ്റഡീസിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഹോസ്റ്റൽ ടൂർ. ഹോസ്റ്റൽ ടൂറെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വ്ളോഗോ അങ്ങനെ ടൂർ വീഡിയോസ് ഒന്നും എടുക്കാനെന്നുള്ള ആംബിയറൊന്നും ഇല്ല. അപ്പോൾ that's it for the video. If you like the video, please like, share and comment below. See you next video. Ta-ta.